ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഐ എം രാഗ്. നമ്മൾ ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ട്രേഡിങ് പഠിക്കുന്നതിൻ്റെ നമ്മളുടെ 5ാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ ലോട്ട്സ് എന്താണെന്ന് പറഞ്ഞു, ലിവറേജ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൈസ് ഡെലിവറി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ബിഗിനേഴ്സും, ഞാൻ ട്രേഡിങ്ങിൽ വന്ന ഇന്ന് ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വന്ന സമയം മുതൽ ആദ്യം എന്നോട് ഒരാൾ ചോദിക്കുന്നത് ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രോക്കേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാ ബ്രോക്കറും നിങ്ങൾക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾ പണം ഉണ്ടാക്കി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. നിങ്ങളുടെ കയ്യിലെ പണം എങ്ങനെ അവരുടെ കയ്യിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ബ്രോക്കേഴ്സാണ് നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിലുള്ളത്. ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാരൊന്നും ചിന്തിക്കാതെ പോയിട്ട് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ്, ഒന്നും അറിയാതെ ഏതൊക്കെയാണ് ബ്രോക്കേഴ്സ്, എന്താണ് ബ്രോക്കേഴ്സ്, എങ്ങനെയാണ് ബ്രോക്കേഴ്സ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും അറിയാതെ വെറുതെ എവിടെയെങ്കിലും പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രോക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗോ. സോ ആദ്യത്തെ നമ്മളുടെ പാർട്ട് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്രെഡ് എന്നുള്ളതാണ്. സ്പ്രെഡാണ് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ഫീസായിട്ട് ഒരു ചെറിയ പോയിന്റ് മൂവ്. ഇപ്പം നിങ്ങൾ ഏതൊരു എൻട്രി എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ പൊസിഷൻ ലോസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് സ്പ്രെഡ് നിങ്ങൾക്ക് 1.082 നിങ്ങൾ സെല്ല് ചെയ്യുവാണെങ്കിൽ ഓക്കെ 2 പിപ്പ് സ്പ്രെഡ്. അതിനകത്ത് ആസ്ക് പ്രൈസ്, ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ്. ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് വാട്ട് യു സെൽ അറ്റ് ആൻഡ് ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് വാട്ട് യു ബൈ അറ്റ്. സോ 1.0854 യു ബൈ ആസ്ക് പ്രൈസ്. സെല്ലാണെങ്കിൽ 1.08252 വരും. സോ ബൈക്ക് $2 2 പോയിൻറ്റ്സ് കൂടുതൽ, ഡോളേഴ്സ് അല്ല 2 പോയിൻറ്റ്സ്, പിപ്സ്. നമ്മൾ പിപ്പ് എന്താണെന്നുള്ളത് നേരത്തെ പഠിച്ചു. ആസ്ക് പ്രൈസിന് വരുന്നത് 2 പിപ്പ് കൂടുതലും, സെൽ പ്രൈസിന് വരുന്നത് 2 പിപ്പ് കുറവ്. ഈ ഒരു 2 ഡിഫറൻസ് ആണ് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ഫീസായിട്ട് വരുന്നത്. നിങ്ങൾ ഏതൊരു എൻട്രി എടുക്കുമ്പോഴും, നിങ്ങളിപ്പോൾ ഒരു ബൈ എടുക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾ ലോസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു 2 പിപ്പ് ലോസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇപ്പം 100 നിങ്ങൾ ബൈ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ 100 ജസ്റ്റ് ഒരു നമ്പറായിട്ട് കാണുക. നിങ്ങൾ 100 ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ഓപ്പൺ ആവുന്നത് 100-ന് 2 പോയാൽ എത്ര, 98-ലാണ് നിങ്ങളുടെ പ്രൈസ് ഓപ്പൺ ആവുന്നത്. കാരണം നിങ്ങൾ ലോസിലാണ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം 2 പിപ്പ് അവരുടെ കമ്മീഷനായിട്ട് ട്രേഡ് എടുക്കും. ഓക്കെ, നിങ്ങളുടെ ബ്രോക്കർ എടുക്കും. ബ്രോക്കറിൻ്റെ ഫീസ് വരുന്നത് ഈ സ്പ്രെഡ് എന്ന് പറയുന്ന സാധനത്തിലാണ്. ഇപ്പം വലിയ വലിയ ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റ് വോളിയം കുറയുന്ന സമയത്തൊക്കെ സ്പ്രെഡ് വൈഡൻ ആവുന്ന കാണാം. ഈ വൈഡൻ ആവുന്നത് ബ്രോക്കറിൻ്റെ ഫീസ് കൂടുന്ന. അപ്പോൾ നിങ്ങൾ സ്പ്രെഡ് ചെക്ക് ചെയ്തിട്ട് വേണം എല്ലാ ട്രേഡുകളും എടുക്കാൻ. പക്ഷേ ഏറ്റവും ചെറിയ സ്പ്രെഡ് വരുന്ന ബ്രോക്കേഴ്സാണ് നിങ്ങൾ നോക്കി കാണേണ്ടത് ഒരു ബ്രോക്കർ എടുക്കുന്ന സമയത്ത്. ഓക്കെ, നിങ്ങൾ ഏറ്റവും ചെറിയ സ്പ്രെഡ് വരുന്നതാണ് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബ്രോക്കറും നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്നല്ല, ഈ ഒരു നമ്മളുടെ ഫോറക്സ് മേഖലയിൽ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും സ്പ്രെഡ് കുറഞ്ഞ ബ്രോക്കേഴ്സ് ആയിരിക്കണം. സോ ഇതാണ് നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളിതൊരു സിമ്പിളായിട്ട് കാണും. ഇപ്പം നമ്മളിപ്പോൾ ഇതിനെ വേറൊരു രീതിയിൽ കാണാം. ഇപ്പം നിങ്ങളുടെ ബ്രോക്കർ സ്പ്രെഡ് $2 എടുക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, ഓരോ പിപ്പിന് $2 എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 ട്രേഡ് കഴിയുമ്പം നിങ്ങളുടെ $200 അവിടെ ബ്രോക്കർ ഫീസ് മാത്രമായിട്ട് പോകുന്നത്. അത് നിങ്ങളുടെ ട്രേഡിനെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രോഫിറ്റിൽ തന്നെ ബാധിക്കുകയാണ് ആ ഒരു $200 എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ബ്രോക്കർ പിപ്പിന് 0.2 ആണ് എടുക്കുന്നത്, 0.2 സെൻറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 100 ട്രേഡിന് $20 ആവുന്നുള്ളൂ. സോ ഇതാണ് ആ ഒരു വലിയ ഡിഫറൻസ്. ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ബ്രോക്കേഴ്സിൻ്റെ സ്കാം നടക്കുന്നതും എല്ലാം ഈ സ്പ്രെഡ് ബാധകമായിട്ടാണ്. സ്പ്രെഡ് വെച്ച് സ്കാം നടത്തുന്നവരുണ്ട്, അല്ലാതെ സ്കാം നടത്തുന്നവരുണ്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്പ്രെഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഏതൊരു ബ്രോക്കേഴ്സും ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് സ്പ്രെഡിൻ്റെ പരിപാടിയിലായിരിക്കും. സോ
സ്പ്രെഡ് ഏറ്റവും കുറഞ്ഞത് എടുക്കുക. ഇപ്പം യൂറോ USD 0.2 സെൻറ്റിനകത്ത് എടുക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായി. $200 $20 തമ്മിലുള്ള ആ ഒരു വലിയ ഗ്യാപ്പാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ എപ്പോഴും സ്പ്രെഡ് കുറഞ്ഞ ബ്രോക്കേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് പോയിന്റ് നമ്പർ 1. സ്പ്രെഡ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. നമ്മൾ ആദ്യത്തെ വീഡിയോ തൊട്ട് പറയുന്നതാണ് സ്പ്രെഡിനെ കുറിച്ച്. സോ ഇതാണ് സ്പ്രെഡ്. ബ്രോക്കറിൻ്റെ ഫീസിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഡീപ്പ് ഡൈവായിട്ട് പോവാം മുന്നോട്ട്. സ്പ്രെഡ് എങ്ങനെയാണ് ഓരോ ബ്രോക്കേഴ്സും ഒരു നോർമലി എന്താണ് നിങ്ങളെ കോസ്റ്റ് ചെയ്യുന്നത്, ഓരോ ട്രേഡിന് കോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പം സ്പ്രെഡ് ഇപ്പം ECN ബ്രോക്കേഴ്സ്, ECN എന്താണ്, STP ബ്രോക്കർ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം. എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ തന്നെ പഠിക്കാം. ECN ബ്രോക്കേഴ്സ് ഇപ്പം യൂറോ USDക്ക് 0.1 to 0.3 പിപ്പ് 10 cent to 30 cent ആണ് നമ്മളുടെ ട്രേഡിന് ഓവറോൾ കോസ്റ്റ് ചെയ്യുന്നത്. 50 ട്രേഡിൽ നിങ്ങൾക്ക് 15 അല്ലെ 5 to 15 ഡോളറാണ് ലോസ് വരുന്നത്. ഓക്കെ, ലോസ് അല്ല, അതൊരു ബ്രോക്കർ ഫീസാണ്. ഓക്കെ, 100 ട്രേഡ്സിൽ $10 to $13 നിങ്ങൾക്ക് വരുന്നത് യൂറോ USDയിൽ. ഈ ഒരു ECN ബ്രോക്കേഴ്സിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കോസ്റ്റ് വരുന്നത് ഇതാണ് ഓരോ ട്രേഡിന്. ഓക്കെ, STP ബ്രോക്കേഴ്സിനാണെങ്കിൽ 0.8 to 1.2 പിപ്പ്. അപ്പോൾ പറഞ്ഞാൽ 80 to $1 20 cent. അപ്പം ഒരു മന്തിൽ നിങ്ങൾ 50 ട്രേഡ് എടുക്കുകയാണെങ്കിൽ $40 to $60 വരുന്നു. 100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ $80 to $120 വരുന്നു. അതാണ് STP ബ്രോക്കറിനകത്ത് വരുന്നത്. മാർക്കറ്റ് മേക്കേഴ്സിനകത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 1.5 to 3.0 പിപ്പാണ് നിങ്ങൾക്ക് വരുന്നത്. അത് $1 50 cent to $3. ഒരു മന്തിൽ നിങ്ങൾക്ക് $70 to $100 ആണ്, $150 50 ട്രേഡ് എടുത്താൽ തന്നെ വരുന്നത്. $75 to $150 50 ട്രേഡിൽ നിങ്ങൾക്ക് പോവാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടേക്കുന്നത്. അത് നിങ്ങൾ വിന്നാണെങ്കിലും ലോസ് ആണെങ്കിലും പോവും. ഓക്കെ, നിങ്ങളുടെ 100 ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ $300, $150 to $300 നിങ്ങൾ ബ്രോക്കർ ഫീസ് മാത്രമായിട്ട് കൊടുക്കും. നിങ്ങളുടെ പ്രോബബിലിറ്റി വെച്ചിട്ട് നിങ്ങൾ വിന്നായി വരികയാണെങ്കിൽ തന്നെ ബ്രോക്കർ ഫീസ് കൊണ്ട് നിങ്ങൾ ലോസിലേക്ക് എത്തും. സോ പുവർ ബ്രോക്കേഴ്സ് 4 to 8 പിപ്പൊക്കെയാണ് സ്പ്രെഡ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് $4 $8 ഒക്കെ വരും. അത് $200-400 വെറും 50 ട്രേഡ് എടുത്താൽ പോവാം. അതുപോലെ തന്നെ 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ $400 to $800 പോവാം. ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഇതാണ് ബ്രോക്കർ സെപ്പറേഷൻ. ഇപ്പം ഈ ഒരു ബ്രോക്കറുകളിലാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ബ്രോക്കർ സെലക്ട് ചെയ്യാൻ. ഏത് ടൈപ്പ് മേഖലയിൽ പെടുന്ന ബ്രോക്കറാണിത്. ഓക്കെ, അതെങ്ങനെ നമുക്ക് നോക്കാമെന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. നെക്സ്റ്റ് ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് STP, എന്താണ് ECN ബ്രോക്കേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അതാണ് മെയിൻ കാര്യം. ഒരുത്തനും ഇതൊന്നും ശ്രദ്ധിക്കാതാണ് പോയിട്ട് ആദ്യമേ ട്രേഡ് തുടങ്ങുന്നത്. നമ്മൾ ഇത്രയും 5-ാമത്തെ എപ്പിസോഡിലാണ് ഇത് പറയുന്നത്. 5-ാമത്തെ എപ്പിസോഡ് നമ്മൾ എത്തുന്നത് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച്, എന്നിട്ട് ഞാനിത് 5-ാമത്തെ എപ്പിസോഡിൽ തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ ഇത് തുടക്കത്തിലെ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് എടുക്കാനാണെങ്കിൽ തന്നെ നല്ലൊരു ബ്രോക്കറിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇന്ത്യയിൽ ഇത് ഇല്ലീഗലാണ്. ഇന്ത്യയിൽ മെയിനായിട്ട് ഇതുപോലെ പൈസ കൊണ്ട് കളയുന്നതുകൊണ്ടാണ് ഇല്ലീഗലാക്കി വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പൈസ വെറുതെ വേസ്റ്റ് ആവുകയാണ്. പുറത്തോട്ട് പോയി ഒരുത്തനും ട്രേഡ് ചെയ്യാൻ അറിയാതെ കൊണ്ടുപോയി പുറത്തുള്ള ബ്രോക്കേഴ്സിൽ നിന്ന് നമ്മുടെ ഡോളേഴ്സ് പുറത്തോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇത് ഇല്ലീഗലാക്കി വെച്ചേക്കുന്നത്. സോ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്നുള്ള രീതിയിൽ കാണുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ കാണുക. നിങ്ങൾക്ക് പുറത്താരെങ്കിലും ഉണ്ടല്ലോ, പുറത്തോട്ട് പോവുകയാണെങ്കിലൊക്കെ പുറത്തെപ്പോഴും ബ്രോക്കർ ഓപ്പൺ ചെയ്യാം. അപ്പം ഇന്ത്യയിൽ ഇത് ഇല്ലീഗലാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഓരോ ട്രേഡ്സിനും 100 ട്രേഡ്സിനും ഒക്കെ ബേസിക് സ്റ്റാൻഡേർഡ് ബ്രോക്കേഴ്സ് തൊട്ട് ഫ്രോഡ് ബ്രോക്കേഴ്സ്, ഈ ഒരു നമ്മളുടെ ഫോറക്സിൽ നിങ്ങൾക്ക് കോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ സ്കാമിലേക്കൊക്കെ ആദ്യം ആൾക്കാർ പോയി പെടുന്നത് ഇതിനകത്തൂടാണ്. സോ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. സോ ഇതാണ് നമ്മളുടെ മെയിൻ കാര്യം. എന്താണ് മാർക്കറ്റ് മേക്കേഴ്സ്, അതുപോലെ ECN ബ്രോക്കേഴ്സ്. സോ സിമ്പിളി പറയുകയാണെങ്കിൽ മാർക്കറ്റ് മേക്കേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. നിങ്ങൾ ഈ പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവരുടേതായ ഇൻറ്റേർണൽ സ്ട്രക്ചർ മാർക്കറ്റിലേക്കാണ്. എന്ന് പറഞ്ഞാൽ റിയൽ മാർക്കറ്റിലേക്ക് നിങ്ങളുടെ എക്സിക്യൂഷൻ പോകുന്നില്ല. നിങ്ങൾ ഓരോ എൻട്രി എടുക്കുന്നതും
അവർ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരികയാണ്. അതൊരിക്കലും പുറത്തെ നമ്മളുടെ മാർക്കറ്റിലേക്ക് പോകുന്നില്ല. അവർ ട്രേഡ് ചെയ്യുന്ന നിങ്ങൾ ഓരോ നിങ്ങളുടെ ഫണ്ട് ലോസ് ആകുമ്പോഴും അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ബ്രോക്കറിനകത്തുനിന്ന് ഇത് പുറത്തോട്ട് പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ഡെമോ ട്രേഡ് എടുക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ ഫണ്ട് ഇട്ടിട്ട് നിങ്ങൾ ലോസ് ആവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ടീമുകളാണ് അപ്പുറത്തിരിക്കുന്നത്. അവിടെ സ്പ്രെഡ്, ഇതുപോലെ സ്ലിപ്പേജ്, ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളെ ലോസിലേക്ക്, നിങ്ങളുടെ പ്രോബബിലിറ്റി ഫുള്ള് നിങ്ങളുടെ സിസ്റ്റത്തിനെ നശിപ്പിച്ച് കളയും. ഈ ഒരു ടൈപ്പ് ഓഫ് ട്രേഡേഴ്സാണ് ഈ മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. അവർ നിങ്ങൾ ലോസ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സോ അവർ ആ രീതിയിൽ മാത്രമേ പുഷ് ചെയ്യുള്ളൂ. സോ അവരുടെ കാര്യങ്ങളൊക്കെയാണ് വെൻ യു ബൈ ദേ സെൽ ടു യു ഡയറക്റ്റ്ലി. അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. മറ്റേ റിയൽ ട്രേഡേഴ്സ് റിയൽ മാർക്കറ്റുമായിട്ട് അതൊരു കണക്ഷനും ഇല്ല. സോ നിങ്ങൾക്ക് ഇവരുടെ അക്കൗണ്ടുകളൊക്കെ എന്തൊക്കെ കാര്യത്തിൽ യൂസ് ചെയ്യുക എന്നുള്ളത് പറയാം. നിങ്ങൾക്ക് ഇവരുടെ അക്കൗണ്ട് ഡെമോ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവരുടെ അക്കൗണ്ട് കൊണ്ട് യൂസ് ഉള്ളത്. അല്ലാതെ ഒരു രീതിയിലും ഈ ഒരു മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കാറ്റഗറിയിലേക്ക് പോയി പെടരുത്. വളരെ വലിയ സ്പ്രെഡും വളരെ വലിയ ഡിഫറൻസും, നിങ്ങളുടെ മാർക്കറ്റ് എക്സിക്യൂഷൻ സ്ലോ ആയിരിക്കും. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി വീഴുന്നത് വേറെ വല്ലയിടമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. സോ ശ്രദ്ധിച്ചിട്ട് വേണം ആ ഒരു ബ്രോക്കേഴ്സിനകത്ത് പോയി പെടാതിരിക്കുക. ഓക്കെ. സോ എപ്പോഴും നിങ്ങൾ ബ്രോക്കേഴ്സ് എടുക്കുമ്പം STP അല്ലെങ്കിൽ ECN ബ്രോക്കേഴ്സ് മാത്രമേ എടുക്കാവൂ. ഇപ്പം ECN ബ്രോക്കേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ബ്രോക്കേഴ്സാണ്. പിന്നീടുള്ളത് STP ബ്രോക്കേഴ്സാണ്. അത് സ്ട്രെയിറ്റ് ത്രൂ പ്രോസസ്സാണ്. എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ECN ബ്രോക്കർ അല്ലെങ്കിൽ STP ബ്രോക്കേഴ്സാണ്. സോ പുറത്തുള്ളവരോടാണ് ഞാൻ, ഇന്ത്യയിൽ ഇത് ഇല്ലീഗൽ ആയതുകൊണ്ട് മാത്രമാണ്. ഇന്ത്യയിൽ ആൾക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം ലീഗലി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പുറത്ത് കാര്യങ്ങൾ, ബിസിനസ് എല്ലാം ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ ഗുഡ്. സോ ECN അല്ലെങ്കിൽ STP, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ത്രൂ പ്രോസസ്സിങ്. സോ നമുക്ക് അവരുടെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യങ്ങളും അവരെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ള കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. സോ ഒരിക്കലും മാർക്കറ്റ് മേക്കേഴ്സ് പോലുള്ള ബ്രോക്കേഴ്സിൽ പോയി പെടാതിരിക്കുക. വളരെ വലിയ സ്പ്രെഡായിരിക്കും. സോ അതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ. സോ ECN STP ബ്രോക്കേഴ്സ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് നിങ്ങളുടെ എൻട്രീസ് ഈ ബാങ്ക് ലിക്വിഡിറ്റിയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അവർക്ക് നമ്മുടെ ഒരു പരിപാടിയായിട്ട് ബന്ധമില്ല. അവർ നിങ്ങൾ ലോസ് ആയാലോ വിന്നായാലോ കെയർ ചെയ്യില്ല. അവർ നിങ്ങളുടെ ചെറിയ കമ്മീഷൻ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് 3 to 7 ഡോളറാണ് സ്റ്റാൻഡേർഡ് ലോട്ടിന് വരുന്നത്. സോ എപ്പോഴും ഗുഡ് ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യുക. പിന്നീട് തലവേദന ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ പിന്നീട് നമുക്ക് വരുന്നതാണ് കമ്മീഷൻ ആൻഡ് സ്ലിപ്പേജ്, അതർ കോസ്റ്റ്. എന്താണ് കമ്മീഷൻ എന്നുള്ളത്, സ്ലിപ്പേജ് എന്താണെന്നുള്ളത്, സ്വാപ്പ് എന്താണെന്നുള്ളതിനെ കുറിച്ചും, റോൾ ഓവർ എന്ന് പറയും. സ്വാപ്പും റോൾ ഓവറും, ഇത് ഓവർനൈറ്റ് നിങ്ങളുടെ ഹോൾഡിങ് വരുന്നതിനുണ്ടാകുന്ന ഒരു ഫീസ് അവരെടുക്കും. സോ ചിലപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാം ഇൻട്രസ്റ്റ് റേറ്റ് പോലെ. നിങ്ങൾ എടുത്തേക്കുന്ന ട്രേഡ് ഏതാണോ അതനുസരിച്ചിരിക്കും. ഞാൻ പറയാം അതിനെക്കുറിച്ച്. കമ്മീഷന്, സ്ലിപ്പേജ്, സ്വാപ്പ്, ഈ ഒരു 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്പ്രെഡ് അല്ലാണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യം. ഇപ്പം സ്പ്രെഡിന് പകരം ECN ബ്രോക്കേഴ്സ് നിങ്ങളുടെ ട്രേഡിങ്ങിൽ എടുക്കാൻ പോകുന്നത് അവരുടെ കമ്മീഷനായിട്ട് 2 to 7 ഡോളേഴ്സ് ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് അവർ മാനേജ് ചെയ്യുന്ന അവരുടെ പരിപാടികൾ. നിങ്ങൾ ലോസ് ആണെങ്കിലോ വിന്നാണെങ്കിലോ ഒന്നും അവർ കെയർ ചെയ്യാൻ പോകുന്നില്ല. സോ സ്പ്രെഡ് മാക്സിമം 2 or 3 ആ ഒരു പിപ്പിനകത്ത്, ആ ഒരു റേഞ്ചിനകത്ത് താഴെ വരും. സോ കമ്മീഷനാണ് ഒന്ന്. പിന്നെ സ്ലിപ്പേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബൈ അടിക്കുന്ന സമയത്ത് 1-2 പിപ്പ് ഡിഫറൻറ്റിലായിരിക്കും പോയി ബൈയും സെല്ലും വീഴുന്നത്. ഓക്കെ. അതാണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത്. മാർക്കറ്റിൻ്റെ ഫാസ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങളുടെ എക്സിക്യൂഷൻ പോയി വീഴുന്നതനുസരിച്ചിരിക്കും. സ്ലിപ്പേജ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന പ്രൈസിൽ തന്നെ പോയി വീഴണമെന്നില്ല. ആ ഒരു സ്ലിപ്പേജ് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് പിന്നീടുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ 1.0854 ബൈ ചെയ്തു എന്ന് വെച്ചോ. നിങ്ങളുടെ ട്രേഡ് പോയി വീഴുന്നത് 1.0856
അതൊരു ചെറിയ 2 പിപ്പ് മൂവാണ്. നിങ്ങൾ ബൈ ചെയ്തെടുത്തു നിന്ന് സ്ലിപ്പ് ചെയ്താണ് പോയി നിങ്ങളുടെ എൻട്രി വീണേക്കുന്നത്. അത് നിങ്ങളുടെ ബ്രോക്കർ നിങ്ങളെ എന്താണ് ഈ ECN ബ്രോക്കേഴ്സിൻ്റെ ECP STP ബ്രോക്കേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റവരുടെ കാര്യമല്ല. അവർ വേണേൽ അതും ചെയ്യും. സോ നിങ്ങളുടെ അവർ വേണമെന്നല്ല, അവർ ചെയ്യും. സോ നിങ്ങളുടെ എൻട്രീസ് പോയിട്ട് എക്സാക്റ്റ് പൊസിഷനിൽ വീഴുന്ന 1-2 പിപ്പ് അപ്പുറത്തായിരിക്കും പോയി വീഴുന്നത്. അതിനാണ് എന്താണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത്. അത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊന്നുമല്ല, അതാണ് റിയാലിറ്റി. ഈ ഇമ്പോർട്ടൻ്റ് ന്യൂസുകൾ വരുന്ന സമയത്ത്, ഹൈ വോൾട്ടൈലായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ, ഈ സമയങ്ങളിലൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ഭയങ്കര സ്പീഡാവുന്ന സമയത്താണ് സ്ലിപ്പേജ് ഉണ്ടാകുന്നത് യൂഷ്വലി. സോ അത് ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കേഴ്സിനകത്തും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ബ്രോക്കേഴ്സിലും അത് കാണാറുണ്ട്. അത് മാർക്കറ്റിൻ്റെ ഒരു റിയാലിറ്റിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. സോ പിന്നീട് ഉണ്ടാകുന്നതാണ് സ്വാപ്പ് അല്ലെങ്കിൽ റോൾ ഓവർ. ഈ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാണ്. ഡേ ട്രേഡേഴ്സിൻ്റെ കാര്യമല്ല, ഒരു ദിവസം കൊണ്ട് തന്നെ ട്രേഡ് ചെയ്ത് കഴിയുന്ന കാര്യമല്ല. സ്വിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 1-2-3 ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ഓവർനൈറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്താണ് സ്വാപ്പ് ഫീസ് വരും, അല്ലെങ്കിൽ ക്രെഡിറ്റ് വരും. ഇത് ഇൻട്രസ്റ്റ് റേറ്റ്, നിങ്ങൾ എടുക്കുന്ന പെയറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും, അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകും. സ്വാപ്പ് ഫീസ് അല്ലെങ്കിൽ ഈ എന്താണ് ക്രെഡിറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അല്ലേ വരും. അത് റേറ്റ് അനുസരിച്ചിരിക്കും, നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിരിക്കും നിങ്ങൾ എടുത്തേക്കുന്ന ചൂസ് ചെയ്തേക്കുന്ന പെയറിൻ്റെ. ഓക്കെ, അതിനാണ് ഈ സ്വാപ്പ് അല്ലെങ്കിൽ റോൾ ഓവർ എന്ന് പറയുന്നത്. അത് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നവരുടെ കാര്യത്തിലാണ്. ഓക്കെ, സ്വിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാത്രം. സോ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്പ്രെഡ് അല്ലാണ്ട് വരുന്നത് നിങ്ങളുടെ ബ്രോക്കേഴ്സിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് വ്യത്യാസം വരുന്ന ഇതാണ്. കമ്മീഷൻ ഏറ്റവും കുറവായിരിക്കും ECN STP ബ്രോക്കേഴ്സിനകത്തൊക്കെ. അതേപോലെ തന്നെ സ്ലിപ്പേജ് ഏറ്റവും ചെറിയ രീതിയിലായിരിക്കും, 1-2 പിപ്പൊക്കെ ആയിരിക്കും സ്ലിപ്പേജ് വരുന്നത് മോസ്റ്റ് ഓഫ് ദ ബ്രോക്കേഴ്സിലും. അതും വലിയ ന്യൂസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ വരും. പക്ഷേ ചെറിയ എൻട്രീസൊക്കെ, ചെറിയ വോൾട്ടൈലുള്ള സമയത്തൊക്കെയാണ് ചെറിയ സ്ലിപ്പേജുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നീട് വരുന്ന സ്വാപ്പ് ഫീസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പിന്നീട് നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകേണ്ടത്. ഓക്കെ, സോ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ എങ്ങനെ വിലയിരുത്താം. ഓരോ ബ്രോക്കേഴ്സിനും ഞാനിവിടെ 5 റെഡ് ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങളൊരു ബ്രോക്കർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം റെഗുലേറ്റഡ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ സെബി ഉണ്ട് നമുക്ക്. ഓക്കെ, അതേപോലെ തന്നെ FCA ഉണ്ട് UK, ASIC ഉണ്ട്, അത് ഓസ്ട്രേലിയ ബേസ്ഡ് ആണ്. പിന്നെ വരുന്നത് CYSEC, അത് വരുന്നത് EU ആണ്. ഓക്കെ, അപ്പം ഇവരാണ് നിങ്ങളുടെ പൈസയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണ് നിങ്ങളുടെ ബ്രോക്കർ. ഇവർ നിൽക്കുന്ന രാജ്യത്ത്, ഇപ്പം ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ അവിടുത്തെ വരുന്നത് ASIC എന്ന് പറയുന്ന റെഗുലേറ്ററിയുടെ അടിയിലാണ് ഈ ഒരു ബ്രോക്കർ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പം ദുബായ് ബേസ്ഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വരും. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയുടെ കാര്യം ഞാൻ ജസ്റ്റ് ഇന്ത്യ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇന്ത്യയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഇത് ഇല്ലീഗലാണ്, ഉള്ള മാർക്കറ്റിലാണെങ്കിൽ ലിക്വിഡിറ്റി കുറവാണ്. പിന്നീട് വരുന്ന ഓസ്ട്രേലിയ, UK, യൂറോപ്പ്. ഈ 3 റെഗുലേറ്റഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓസ്ട്രേലിയയൊക്കെ എന്ന് പറഞ്ഞാൽ ഗുഡാണ്, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ചെയ്യാന്നല്ല, നിങ്ങളുടെ ഓൺ റിസ്കിൽ. ഞാൻ ജസ്റ്റ് സജസ്റ്റ് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ റെഗുലേഷൻ കറക്റ്റായിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇട്ട പൈസ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ അടച്ചേച്ച് പോവാം. നിങ്ങൾക്ക് ഒരു ലീഗൽ ആക്ഷൻസും എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ റെഗുലേറ്റഡ് ആണോ എന്നുള്ളത് നോക്കുക, ഒന്നാമത്തേത്. പിന്നെ ബോണസ്, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $100, $200 ഇങ്ങോട്ട് കിട്ടുമെന്നും അങ്ങോട്ട് കിട്ടുമെന്നും ബോണസ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ അക്കൗണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കുന്നത് ബ്രോക്കേഴ്സ്. അവരുടെ മാത്രം ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നിങ്ങൾ അവരുടെ ഇതിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വരുന്നത് സ്പ്രെഡ്. യൂറോ USDക്കൊക്കെ 3 പിപ്പിന് മേളിൽ സ്പ്രെഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബാഡായിട്ടുള്ള കണ്ടീഷനാണ്. അത് നിങ്ങൾ നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. പിന്നീട് വരുന്നത് ഇപ്പം വിഡ്രോവൽ. നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞ്
പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പം ഇവർ കൈമലത്തി കാണിക്കുന്ന ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെന്ന് പെട്ട് കഴിയുമ്പോൾ അറിയത്തുള്ളൂ. സോ ഈ ഒരു ആദ്യത്തെ റെഗുലേറ്ററി ഈ ഒരു റെഗുലേഷൻ്റെ അടിയിൽ വരുന്ന ബ്രോക്കേഴ്സൊക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ വിഡ്രോവൽസ് പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷേ ഇവരുടെ കാര്യത്തിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എപ്പോൾ വേണേലും പോവാം. പിന്നെ നിങ്ങളെ വിളിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറയുന്ന ബ്രോക്കേഴ്സ്, മെയിനായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സൊന്നും നിങ്ങളെ വിളിച്ചിങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഞങ്ങളുടെ അക്കൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോൾ ചെയ്യൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സോ ബോണസും ഈ അക്കൗണ്ട് മാനേജറാന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആൾക്കാരൊക്കെ സൂപ്പർ ഫ്രോഡായിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഒരിക്കലും പോയി പെടാതിരിക്കുക ഈ ടീമുകളുടെ അടുക്കൽ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ്. ഇനിയും ഗുഡായിട്ടുള്ള ബ്രോക്കേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു ഗുഡ് ബ്രോക്കറിനെ സെലക്ട് ചെയ്യുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റെഗുലേറ്റഡ് ആയിരിക്കണം. അതാണ് നമ്മളുടെ ടോപ്പ് പ്രയോറിറ്റി. ഓക്കെ, ഇപ്പം FCA UK ബേസ്ഡ് ഉണ്ട്, അതുപോലെ ASIC ബേസ്ഡ് ഉണ്ട്, അത് ഓസ്ട്രേലിയ ബേസ്ഡ് ആണ്. പിന്നെ CYSEC ബേസ്ഡ് ആയിട്ടുള്ളത് EU ബേസ്ഡ് ആണ് അത്. പിന്നെ MAS സിംഗപ്പൂർ ബേസ്ഡ്. ഓക്കെ, പിന്നെ ഈ റെഗുലേറ്റഡിൽ വരുന്ന എല്ലാ ബ്രോക്കേഴ്സുകളും മോസ്റ്റ്ലി, എല്ലാവരും പറയുന്നില്ല, മോസ്റ്റ്ലി ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ എല്ലാവരും നൈസായിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം റെഗുലേറ്റഡ് ആണ്. ഫ്രോഡ് തരം പരിപാടിയൊന്നും കാണിക്കാൻ പറ്റില്ല. നേരിട്ട് കോർട്ടൊക്കെ നമുക്ക് ഉണ്ട്. ഓസ്ട്രേലിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. സോ പിന്നെ ടൈറ്റ് സ്പ്രെഡ് ആയിരിക്കും മേജർ പേയേഴ്സിനൊക്കെ. ഓക്കെ, 0.5 pips ഒക്കെയാണ് യൂറോ USDക്കൊക്കെ ECN ബ്രോക്കേഴ്സിലൊക്കെ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. പിന്നീട് വരുന്നത് ഫാസ്റ്റ് വിഡ്രോവൽ ആയിരിക്കും. പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലോ എവിടെ പോയാലും അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ സർവീസിലോ ഒക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടുള്ള അവരുടെ ട്രാക്ക് റെക്കോർഡുകൾ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. വളരെ സ്പീഡായിരിക്കും. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രോഫിറ്റ് എടുക്കാൻ അവർ തടസ്സമൊന്നും നിൽക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് പോയിട്ട് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാം. അതിപ്പം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിനകത്ത് ഒരുപാട് ഫോറക്സ് പീസ് ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ജസ്റ്റ് ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാക്കും ഇതിൻ്റെ കമൻറ്റുകളും റിവ്യൂസും ഒക്കെ നിങ്ങൾക്ക് കാണാം, റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് നിങ്ങൾ ഓൺ റിസർച്ച് നടത്തുക. എനിക്കിപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്കിപ്പോൾ ഈ ഇൻ്റർനെറ്റൊക്കെ ഉള്ള സമയത്ത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മളതിനിപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ ഓൺ റിസർച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എങ്ങനെയാണ് വിഡ്രോയിൽ കൊടുക്കുന്ന ട്രാക്ക് ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫോറക്സ് ഗ്രൂപ്പുകളിൽ ചോദിക്കുക. അത് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുക. ഓക്കെ, ഇൻ്റർനെറ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയിട്ട് വെറുതെ ആൾക്കാരോട് പോയി ബ്രോക്കർ ഏതാണെന്ന് ചോദിക്കാതെ ഏത് ടൈപ്പ് ബ്രോക്കറാണ് നല്ലതെന്നുള്ളത് ഗൂഗിളിൽ ഇതുപോലുള്ള ഞാനിപ്പം അവിടെ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാന്നുള്ളത്. ഓക്കെ, അവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്ക് കാണാൻ പറ്റും, അവരുടെ റിവ്യൂസ് കാണാൻ പറ്റും. ഓക്കെ, സോ പിന്നീട് വരുന്നതാണ് MT4 MT5 പ്ലാറ്റ്ഫോംസ്. അത് ഓൾമോസ്റ്റ് എല്ലാ ബ്രോക്കറുകളും ഫ്രീ ആയിട്ട് തരുന്നൊരു സാധനമാണ്. ചില ബ്രോക്കറുകൾ ഇപ്പം നമ്മളുടെ ആദ്യം പറഞ്ഞ പോലെ റെഗുലേറ്റഡ് അല്ലാത്ത പണി തരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ബ്രോക്കേഴ്സ് വേണമെങ്കിൽ നിങ്ങളോട് പറയാം ഞങ്ങളുടേതായ പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ ട്രേഡ് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കും. സോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാറി നടക്കുക. അതൊന്നുമല്ല, ഈ MT5 MT4 പ്ലാറ്റ്ഫോമുകളിൽ ട്രേഡ് ചെയ്യാം. സോ റെഗുലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബ്രോക്കറുകളും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. സോ അത് ശ്രദ്ധിക്കാം. പിന്നീട് ഫ്രീ ഡെമോ അക്കൗണ്ട് അവൈലബിൾ ആയിരിക്കും. എല്ലാ റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കറുകളും ഡെമോ അക്കൗണ്ടുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കി തരുന്നതാണ്. അത് നിങ്ങൾക്ക് ചിലത് 1 മാസം അല്ലെങ്കിൽ ചിലത് അൺലിമിറ്റഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. സോ നിങ്ങൾ അത് ഇപ്പം ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞ് റിയൽ അക്കൗണ്ടിൽ അതുപോലെ ആവണമെന്നില്ല. ഓൾമോസ്റ്റ് റെഗുലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബ്രോക്കേഴ്സും സെയിം അതുപോലുള്ളൊരു ഡെമോ അക്കൗണ്ടാണ് തരുന്നത്. അവരുടെ റിയൽ അക്കൗണ്ട് എങ്ങനെയാണോ അതുപോലെ. പക്ഷേ നമ്മളെ പണി തരാനിരിക്കുന്ന ബ്രോക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ
അവർ എന്താണ് ഡെമോ അക്കൗണ്ട് നല്ല അടിപൊളിയാക്കി കാണിച്ചിട്ട് റിയൽ അക്കൗണ്ടിലേക്ക് മാറുന്ന സമയത്ത് പണി തരും. സോ ഇതൊക്കെയാണ് നമ്മളൊരു നല്ല ബ്രോക്കറിൽ വ്യക്തമായിട്ട് നോക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമ്മളിനിയിപ്പം അടുത്തത് പോവുകയാണെങ്കിൽ, സോ നിങ്ങൾക്ക് ഇപ്പം അറിയാം എങ്ങനെയാണ് ഒരു ബ്രോക്കേഴ്സ്, ബാഡ് ബ്രോക്കർ എങ്ങനെയാണ്, നല്ലൊരു ഗുഡായിട്ടുള്ള ബ്രോക്കർ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സോ നിങ്ങളുടെ മെയിൻ മാർക്കറ്റിൻ്റെ ഡോർ എന്ന് പറയുന്നത് ബ്രോക്കറാണ്. സോ ബ്രോക്കറിലാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്ത സ്ട്രാറ്റജീസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ ബ്രോക്കറിലാണ് നിങ്ങളുടെ ഫണ്ട് ഇട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എത്ര ബാക്ക് ടെസ്റ്റ് ചെയ്ത് എത്ര പ്രോപ്പറായിട്ട് ഉള്ള സിസ്റ്റം ആണെങ്കിലും ബ്രോക്കർ ചൂസ് ചെയ്യുന്നത് ബാഡായിട്ടുള്ള, നിങ്ങൾ റോങ് ആയിട്ടുള്ളൊരു ചൂസാണ് എടുക്കുന്നതെങ്കിൽ പണി കിട്ടും. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്പ്രെഡ് വളരെ കൂടുതലാക്കുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരേണ്ടിടത്ത് പകുതി മുക്കാലും കമ്മീഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്ലിപ്പേജും ഒക്കെ അടിച്ച് നിങ്ങൾ ലോസിലേക്ക് പോകും. സോ പ്രോപ്പറായിട്ടുള്ള ഒരു 2 മണിക്കൂറത്തെ റിസർച്ചിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രോക്കറിനെ ഇനി മുതൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, റെഗുലേഷനും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കണമെന്നൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പോയി നോക്കാം. സ്പ്രെഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഏതൊരു ട്രേഡ് എൻട്രി ചെയ്യുമ്പോഴും 1-2 പിപ്പ് ലോസിലായിരിക്കും നിങ്ങൾ ട്രേഡ് എൻ്റർ ആവുന്നത്. സോ അത് ആണ് സ്പോട്ടായിട്ട് ട്രേഡറിൻ്റെ ഒരു ഫണ്ടായിട്ട് അവരെടുക്കുന്നത്, ബ്രോക്കറിൻ്റെ ഒരു ഫണ്ടായിട്ട് അവരെടുക്കുന്നത്. പിന്നീട് ഇത് വരുന്നത് സ്പ്രെഡ് ആഡ് ചെയ്യുന്നതാണ് ബാഡായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള സ്പ്രെഡുകൾ 5 പിപ്പ് 4 പിപ്പൊക്കെ ഭയങ്കര സ്പ്രെഡ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ലോസിൽ കവർ ആവുന്നു. പിന്നീട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾ ലോസിൽ ഓപ്പൺ ആവുന്നു. പിന്നീട് നിങ്ങൾ പ്രോഫിറ്റ് കവർ ചെയ്യാൻ തന്നെ സമയമെടുക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് പ്രോഫിറ്റും കറക്റ്റ് റിവാർഡ് കിട്ടാതാവുന്നു. സോ എന്താണ് റിവാർഡ് എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് സ്പ്രെഡ് എന്നുള്ള കാര്യം. സോ സ്പ്രെഡ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ബ്രോക്കർ എടുക്കുന്ന ഒരു ചാർജാണ് ആ ട്രേഡിന്. പിന്നീട് വരുന്നത് മാർക്കറ്റ് മേക്കേഴ്സ് എന്താണെന്നുള്ള കാര്യം അറിയാം. നമ്മൾ റിയലായിട്ടുള്ള മാർക്കറ്റിൽ എക്സിക്യൂഷൻ നമ്മുടെ ചെല്ലുന്നില്ല. അതിനു മുന്നേ ഇവർ തന്നെ ഇവരുടേതായ മാർക്കറ്റ് ബിൽഡ് ചെയ്തിട്ട് അവരുടെ ആ ഒരു സ്പേസിൽ നിങ്ങളെ നിർത്തിയേക്കുക. നിങ്ങളുടെ എക്സിക്യൂഷൻ ഒന്നും റിയൽ മാർക്കറ്റിലോട്ട് എത്താതെ ഇവർ തരുന്ന മാർക്കറ്റിൽ നിങ്ങളെ ട്രേഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇവരുടെ യൂറോ USD ഉണ്ടാവും, ഇവരുടെ ഗോൾഡ് ഉണ്ടാവും, മറ്റേ പരിപാടി എല്ലാം ഉണ്ടാവും. ഈ പ്രൈസിങ്ങും എല്ലാം കറക്റ്റായിരിക്കും. പക്ഷേ ഇവരുടെ ബ്രോക്കറിനകത്ത് തന്നെ ആയിരിക്കും, ഇത് പുറത്തോട്ട് പോകുന്നില്ലായിരിക്കും. സോ ECN ബ്രോക്കേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ എക്സിക്യൂഷൻ റിയൽ ലിക്വിഡിറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഓരോ എക്സിക്യൂഷനും റിയൽ മാർക്കറ്റിൽ ബാങ്ക് ലിക്വിഡിറ്റിയിലും ഒക്കെ നമ്മളുടേത് പോയി എക്സിക്യൂട്ട് ആവുന്നതിനാണ്. അതിനെയാണ് നമ്മൾ ECN ബ്രോക്കേഴ്സ്. അവരാണ് റിയൽ ബ്രോക്കേഴ്സ്. അവർ നിങ്ങളുടെ ഫണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ നിങ്ങളുടെ ഫണ്ട് പോയാലും പോയില്ലെങ്കിലും, നിങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്താലും ട്രേഡ് ചെയ്തില്ലെങ്കിലും അവരുടെ കമ്മീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകും. അല്ലാണ്ട് നിങ്ങൾ വിന്നാവാനോ ലൂസാവാനോ ഒന്നും ലോസ് ആവാതിരിക്കാൻ അവർ മാക്സിമം പ്രവർത്തിക്കും. വിന്നായി പോകാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം സപ്പോർട്ടൊക്കെ തന്ന് പോകുന്ന നല്ല റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഉണ്ട്. സോ പിന്നീട് വരുന്ന കമ്മീഷനും സ്ലിപ്പേജും. കമ്മീഷൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സ്ലിപ്പേജ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ സ്ലിപ്പ് ഓരോ ട്രേഡ് ഭയങ്കര സ്പീഡായിട്ടുള്ള മാർക്കറ്റ് ന്യൂസ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് സ്ലിപ്പേജ് അടിക്കത്തുള്ളൂ. സോ അത് ശ്രദ്ധിക്കുക. പിന്നീടുള്ള റെഡ് ഫ്ലാഗുകൾ നമ്മൾ പറഞ്ഞു. റെഗുലേറ്റഡ് ആയിരിക്കണം, നോൺ റെഗുലേറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. ഇവന്മാരുടെ എല്ലാം ഈ ബാഡായിട്ടുള്ള, ഇപ്പം നമുക്ക് ഫ്രോഡായിട്ടുള്ള ഈ ബ്രോക്കർമാർ എല്ലാം നോൺ റെഗുലേറ്റഡ് ആയിരിക്കും. ഇപ്പം ഇത് ഞാൻ തന്നിരിക്കുന്ന റെഗുലേഷനിലുള്ളതൊക്കെ മാക്സിമം എടുക്കുക. ബാക്കിയുള്ള റെഗുലേഷനൊക്കെ വേറെ രാജ്യങ്ങളുടെയൊക്കെ റെഗുലേഷൻ ഉണ്ട്, അതൊന്നും കറക്റ്റായിട്ടുള്ള ടീമുകളല്ല. സോ നമ്മളുടെ മെയിനായിട്ടുള്ള റെഗുലേഷൻ ഞാനിപ്പോൾ തന്നിട്ടുള്ള റെഗുലേഷനിലുള്ളത് എടുക്കുക. അവർ ബോണസ് ട്രാപ്പുകൾ, ബോണസ് ഉണ്ടെന്നൊക്കെ പറയും, അതിനകത്തൊന്നും പോയി വീഴരുത്. അതുപോലെ അക്കൗണ്ട് മാനേജറൊക്കെ വിളിക്കും, അതിൻ്റെ ഒന്നും ബാക്കിൽ പോയി പെടരുത്. ഇതൊന്നും റിയലായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സൊന്നും ഇങ്ങനൊന്നും ചെയ്യില്ല. പിന്നീട് വരുന്നത് ബ്രോക്കർ, ഗുഡ് ബ്രോക്കർ എങ്ങനെ നമ്മൾ നോക്കാമെന്നുള്ളത്. ടൈറ്റ് സ്പ്രെഡ് ആയിരിക്കും, റെഗുലേറ്റഡ് ആയിരിക്കും, പ്രൂവൻ ട്രാക്ക് റെക്കോർഡ്, വിഡ്രോവലൊക്കെ ഭയങ്കര സ്പീഡായിരിക്കും, ഫ്രീഡം MOI MT4 ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ അതാണ് നിങ്ങൾ മെയിനായിട്ട് ഗുഡ് ബ്രോക്കേഴ്സിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മളുടെ ബ്രോക്കർ ഡിസിഷൻ. ബ്രോക്കർ ഡിസിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്.
കാരണം ഇവിടാണ് നിങ്ങളുടെ പൈസ സൂക്ഷിക്കാൻ പോകുന്നത്. ഓക്കെ, ചില ബ്രോക്കറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഫ്രോഡുകളുണ്ട്. നിങ്ങളുടെ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ വാട്ടും തട്ടി പൊടിയും തട്ടിപ്പോവും. ഓക്കെ, അപ്പം അവരുടെ ഒന്നും വായ്പ പെടാതെ പ്രോപ്പറായിട്ടുള്ള ബ്രോക്കറുകളിൽ ചെക്ക് ചെയ്ത് ഒരു 2-3 മണിക്കൂറത്തെ റിസർച്ചിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതൊക്കെ ചെക്ക് ചെയ്ത് മാത്രം ബ്രോക്കേഴ്സൊക്കെ എടുക്കുക. ഓക്കെ, സോ നമ്മുടെ ഇനിയും വരുന്ന എപ്പിസോഡിൽ നമ്മൾ എങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ എന്താണ് മാർക്കറ്റ് പോകുന്നത്, അതുപോലെ എങ്ങനെ ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ഓർഡർ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. പിന്നീട് നമ്മൾ എങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. സോ ഇതുവരെ ഉള്ളതെല്ലാം നിങ്ങളെല്ലാം നോട്ട് എഴുതുക, പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇത് നോട്ട് എഴുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം കാണുക എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ എല്ലാ സ്ട്രാറ്റജീസും എല്ലാ സാധനങ്ങളും ഒക്കെ ബിൽഡ് ചെയ്ത് നിങ്ങൾ ഫൈനലി നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടിടാൻ പോകുന്നത്. സോ ഞാൻ എപ്പോഴും റിയൽ അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ പ്രോഫിറ്റബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, അറിയുക. അതിന് ശേഷം മാത്രം റിയൽ അക്കൗണ്ട് ഫണ്ടുകളിലേക്കൊക്കെ പോവുക, ഡെമോ ട്രേഡ് ചെയ്യുക, ഫണ്ടഡ് അക്കൗണ്ടുകൾ ട്രൈ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനകത്ത് നിങ്ങളൊരു പ്രോഫിറ്റബിൾ ആണെന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം ബ്രോക്കേഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. ആദ്യം തന്നെ ബ്രോക്കർ ഏതാണ്, അതിനകത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയാനും കാര്യങ്ങൾക്കും ഒന്നും പോവാതിരിക്കുക. നിങ്ങൾക്ക് ഡെമോ ട്രേഡ് ചെയ്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ടാണ് ഈ സൈക്കോളജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിയൽ അക്കൗണ്ടിലേക്ക് പോകുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് റിയൽ മണി വരുമ്പോൾ നമ്മുടെ ട്രേഡ് എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെ ഡിസിപ്ലിൻ ആണോ അല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സാഹചര്യങ്ങളിൽ ചെക്ക് ചെയ്യേണ്ടത്. സോ ഇത് ഞാനിപ്പോൾ ഇടാൻ കാരണം നിങ്ങൾ ഡെമോ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളും ഡെമോ അക്കൗണ്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് പറയും. സോ അതിനകത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുകൊണ്ടാണ്. സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്.